ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ആടുജീവിതം 21 ദിവസങ്ങൾ പിന്നിടുന്നു. 21-ാം ദിനത്തിൽ സിനിമ റെക്കോർഡ് കളക്ഷനോടെ 70 കോടിയോളം കേരള കളക്ഷൻ നേടിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ ഇതുവരെ ഒരു ക്ലാസ് സിനിമയ്ക്ക് നേടാൻ കഴിയാത്ത ലെവലിലുള്ള ഒരു വിജയമാണ് ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനോടകം തന്നെ ഏറെയും പ്രേക്ഷകർ മികച്ചത് എന്ന് ഈ ഒരു വിഷുക്കാലത്ത് പറയുന്നത് ആടുജീവിതം തന്നെ. ഇന്ന് 21-ാം ദിനത്തിൽ ഈ സിനിമ 642ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 63,000-ഓളം ആളുകൾക്കാണെങ്കിൽ 43% ഒക്യുപ്പൻസിയിൽ 19 ഹൗസ്ഫുൾ ഷോകളും 91 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും വരികയുണ്ടായി. 90,000 രൂപയാണ് 90 ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് 1 കോടി ട്രാക്കിങ്ങിലൂടെ ടച്ച് ചെയ്യും ഇന്നും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും 2 കോടിക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷനെങ്കിൽ ഇന്ന് ഒരു പക്ഷേ 1.5 കോടിയിലായിരിക്കും സിനിമയുടെ കളക്ഷൻ നിൽക്കുന്നത്. 21-ാം ദിവസം വലിയൊരു ഇടിവ് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇന്നലെ വരെ ലഭിച്ചിരിക്കുന്ന കണക്കുകളെക്കാളും ഒരു ഇടിവാണ്. ഒരു പക്ഷേ 2 ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ ശനി ഞായർ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന കണക്കായിരിക്കാം ആ ശനി ഞായറിലൂടെ വരുന്നത്. എന്തായാലും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്നുള്ളത് തന്നെയാണ് ചോദിക്കുന്നത്. ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് 146.5 കോടിയാണ് സിനിമ നേടിയതായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 144 കോടി ലഭിച്ചതായി ഉറപ്പായി. ഇന്നത്തെ കളക്ഷനോട് കൂടി 146 കോടിയോളം എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പൃഥ്വിരാജിൻ്റെ കരിയറിലെ അഭിനയത്തിൽ പോലും ഏറ്റവും മികച്ചതാണ് എന്ന് പറയാവുന്ന സിനിമയാണ് ആടുജീവിതം, ദ ഗോഡ് ലൈഫ് എന്ന് പറയുന്നു. ഏറെയും നല്ല ക്ലാസ്സായിട്ട് 16 വർഷങ്ങളോളം എടുത്തു ബ്ലസ്സി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. അതിൻ്റെ എല്ലാം ക്രെഡിറ്റും ഈ സിനിമ നൽകുന്നുണ്ട്. സിനിമ മാത്രമല്ല, ജനങ്ങൾ തിരിച്ചു നൽകുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്.